തൃശൂർ ഒളരിയിൽ BJP പണം നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന പരാതി. ശിവരാമപുരം കോളനിയിൽ വീടൊന്നിന് 500 രൂപ വീതം വിതരണം ചെയ്തുവെന്നാണ് ആരോപണം. നാട്ടുകാർ തടഞ്ഞതോടെ പണം നൽകാനെത്തിയവർ മുങ്ങി. അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ എത്തിയവർ ആരൊക്കെയെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർ എന്താണ് പറയുന്നത്? പ്രവിത, കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കെയാണ് തൃശൂർ ഒളരി പഞ്ചായത്തിലെ ശിവരാമപുരം കോളനിയിൽ 85ഓളം 100ഓളം വീടുകളുള്ള ശിവരാമപുരം കോളനിയിലെ പല വീടുകളിലായി BJP പ്രവർത്തകർ എത്തി വീടൊന്നിന് 500 രൂപ വീതം നൽകിയെന്ന പരാതി ഉയരുന്നത്. എന്തായാലും ഇന്നും രണ്ടുപേർ ബൈക്കിലെത്തി ഇവരുടെ വീടുകളിലെത്തി ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണെന്ന് സംഭവിച്ചത്? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ നേരത്താണ് എൻ്റെ ചേട്ടൻ പറയണത് ഇങ്ങനെ BJP പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ വീടുകളിൽ കയറുന്നുണ്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടി. വന്ന് ഞാൻ ചോദിച്ചു, ഈ അമ്മമാർ, ഇത് രണ്ടമ്മമാർ, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മയാണിത്, ഇപ്പുറത്ത് വേറെ നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മമാരിങ്ങനെ പൈസ വല്ലതും തന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ? അവർ വന്നിട്ടുണ്ടായിരുന്നു, എന്ത് സാധനങ്ങൾ തന്നു, കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അതിൽ പൈസയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ മടക്കി വിടുക ചെയ്തത്. അപ്പോൾ അവർ മേടിക്കില്ല, അത് നിങ്ങൾ കൈ പിടിച്ചോ എന്ന് പറഞ്ഞു. വന്നിട്ടുള്ളത് BJPയിലെ സുഭാഷ് എന്ന് പറഞ്ഞവനാണ്. നമ്മുടെ ഈ എൽത്തുരുത്ത് ഭാഗത്താണ് താമസിക്കുന്നത്, ജനസേവനം നടത്തുന്നവനാണ്. അമ്മ, എന്താണ് അവർ പറഞ്ഞത്? ഇത് ഞങ്ങൾ തന്നപ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ വേണ്ട, അത് കയ്യിൽ വെക്കിന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്നും പറഞ്ഞില്ല. അവർ വേറൊരു കാര്യം പറഞ്ഞില്ല, ഇത് കയ്യിൽ വെച്ചാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. അതിൻ്റെ പിന്നിലാണ് ഈ കുട്ടി വന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്. വോട്ട് ചെയ്യാൻ വല്ലതും ആവശ്യപ്പെട്ടു? അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ പൈസ കയ്യിൽ വെക്കും, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, രണ്ടാളും വേണ്ടാന്ന് പറഞ്ഞു. ഇത് കയ്യിൽ വെക്കും നിങ്ങളെന്ന് പറഞ്ഞു. അതന്നെ, വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും പ്രവിത, ഇങ്ങനെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവരിങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്നത് കണ്ടതോടെ നാട്ടുകാർ തന്നെ ഇവരെ ചോദ്യം ചെയ്തതോടെ ഈ പൈസ വീടിൻ്റെ വാതിക്കൽ എറിഞ്ഞിട്ട് ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. എന്തായാലും നാട്ടുകാർ പറയുന്നത് BJPയുടെ സജീവ പ്രവർത്തകരാണ്, ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാർ ഇടപെട്ട ഇത് വരും ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനിലൊക്കെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി നേരിട്ട് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. പ്രവിത, ശരി. തൃശൂർ ഒളരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്. തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിനിടെയാണ് ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും പരാതികളുമായി പാർട്ടികൾ കളം നിറയുന്നത്.